നമസ്തേ. വാസ്തുശാസ്ത്രവിധി പ്രകാരം ഒരു ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനമായും 4 സൂത്രങ്ങളെയാണ് പരിഗണിക്കുന്നത്. ഗൃഹനിർമ്മിതി ചെയ്യേണ്ടുന്ന പറമ്പിനെ മധ്യത്തിലൂടെ കിഴക്ക് പടിഞ്ഞാറായും തെക്ക് വടക്കായും ഓരോ രേഖയെ സങ്കല്പിച്ചാൽ കിഴക്ക് പടിഞ്ഞാറായി വരുന്ന രേഖയെ ബ്രഹ്മസൂത്രമെന്നും തെക്ക് വടക്കായി വരുന്ന രേഖയെ യമസൂത്രമെന്നുമാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ബ്രഹ്മസൂത്രവും യമസൂത്രവും കൂടാതെ വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ നിന്നും തെക്ക് കിഴക്ക് അഗ്നികോണിലേക്കും തെക്ക് പടിഞ്ഞാറ് നിരുതി കോണിൽ നിന്നും വടക്ക് കിഴക്ക് ഈശാന കോണിലേക്കും ഓരോ സൂത്രങ്ങളെ വിധിച്ചിട്ടുണ്ട്. ഇവയെ രജ്ജുക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സൂത്രരജ്ജുക്കളുടെ അഗ്രമൂലങ്ങൾ 8 ദിക്കിലേക്കും കടന്നു പോകുന്നുണ്ട്. അവിടെ നിർമ്മിക്കുന്ന കുളം, കിണർ, അതുപോലെ തന്നെ മറ്റ് ഉപനിർമ്മിതികൾ ഇതിൻ്റെ ഒന്നും മധ്യസൂത്രവുമായി ഈ പറഞ്ഞ സൂത്രരജ്ജുക്കൾ ഭേദിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഓരോ ദിക്കിലും ഭേദിച്ചാൽ ഓരോ ദോഷഫലത്തെയും പറയുന്നുണ്ട്. കിഴക്കാണ് ഭേദിക്കുന്നതെങ്കിൽ ഭർതൃവിരഹവും, തെക്ക് കിഴക്കായാൽ കുഷ്ഠരോഗവും. ഇന്ന് കുഷ്ഠരോഗമൊന്നും നമുക്കിന്ന് കാണാൻ കഴിയുന്നില്ല. മുൻകാലങ്ങളിലെ ഒരു സ്ഥിതി വെച്ചാണ് ഈ ഫലം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ചിന്തിക്കാൻ കഴിയുന്നത് അതേപോലെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. തെക്ക് ഭാഗത്താണ് ഭേദിക്കുന്നതെങ്കിൽ ശത്രുപീഡയും, തെക്ക് പടിഞ്ഞാറ് ഭേദിച്ചാൽ പുത്രനാശവും, പടിഞ്ഞാറായാൽ ധനനാശവും, വടക്ക് പടിഞ്ഞാറായാൽ വാതരോഗവും, വടക്കായാൽ കുലനാശവും, വടക്ക് കിഴക്കായാൽ ധാന്യനാശവും ഫലമാകുന്നു എന്നാണ് വിധിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഗൃഹമധ്യസൂത്രവും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഗൃഹമധ്യത്തിലായി സ്റ്റെയർ കേസ്, ടോയ്ലറ്റ്, ഭിത്തികൾ ഇവയൊന്നും തന്നെ ഗൃഹമധ്യത്തിൽ വരാതെ ശ്രദ്ധിക്കണം. ഗൃഹമധ്യസൂത്രം കടന്നു പോകുന്നതിന് ഇതൊന്നും തന്നെ തടസ്സമാകരുത്. ഗൃഹനിർമ്മിതി ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കണം.